നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. റമദാൻ മാസത്തിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത നടപടിയുമായി കുവൈറ്റ്. പൊതുസ്ഥലത്ത് ഭക്ഷണം കഴിക്കുക, കുടിക്കുക, പുകവലിക്കുക എന്നിവ ചെയ്താൽ തടവും പിഴയും ശിക്ഷ. റമദാൻ മാസത്തിൽ ഭിക്ഷാടനം നടത്തുന്ന പ്രവാസികളെ നാടുകടത്തുമെന്നും മുന്നറിയിപ്പ്. ആരോഗ്യരംഗത്ത് പുതിയ നേട്ടം സ്വന്തമാക്കി കുവൈറ്റിലെ ജാബർ അൽ അഹമ്മദ് ആശുപത്രി. അമേരിക്കൻ സർജിക്കൽ റിവ്യൂ കോർപ്പറേഷന്റെ പുരസ്കാരം. അംഗീകാരം, സുരക്ഷ, ഫലപ്രാപ്തി, കാര്യക്ഷമത എന്നിവയിലെ മികവിന്. ലോകത്തിലെ ഏറ്റവും മികച്ച 20 വിമാന കമ്പനികളുടെ പട്ടികയിൽ കുവൈറ്റ് എയർവേസും. അംഗീകാരം 109 അന്താരാഷ്ട്ര എയർലൈൻസ് കമ്പനികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ഓസ്ട്രേലിയയെ തകർത്തത് 4 വിക്കറ്റിന്. രഞ്ജി ട്രോഫി റണ്ണറപ്പായ കേരള ക്രിക്കറ്റ് ടീമിനെ ആദരിച്ച് സംസ്ഥാന സർക്കാർ. കേരളത്തിന്റേത് കിരീട നേട്ടത്തിന് സമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുത്ത രഞ്ജി ട്രോഫി കപ്പ് കേരളത്തിൽ കൊണ്ടുവരുമെന്ന് ക്യാപ്റ്റൻ സച്ചിൻ ബേബി. കൂലി കൂട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ ഇപ്പോൾ മന്ത്രിയും പറഞ്ഞു മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എന്ന്. അങ്ങനെ മിനിമം കൂലി കൂട്ടേണ്ടത് കേന്ദ്രമാണ് എങ്കിൽ സാർ പിന്നെ എന്തിനാണ് 2014 ഡിസംബർ 8 ഇന്ന് ഈ ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറയുന്ന CI2 സെക്രട്ടറി ശ്രീ ഇളമരം കരീം ഇതേ നിയമസഭയിൽ 10,000 രൂപയായി അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്? ആശാവർക്കർമാരുടെ സമരത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. പ്രതിപക്ഷ നേതാവിന്റെ വാക്കൌട്ട് പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ സ്പീക്കർ മൈക്ക് ഓഫാക്കി. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പ്രതിപക്ഷം. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് സമരവേദിയിലെത്തിയ BJP നേതാക്കളോട് ആശാവർക്കർമാർ. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട മന്ത്രി സുരേഷ് ഗോപി. കുവൈറ്റിൽ റമദാൻ മാസത്തിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് അധികൃതർ. ന്യായമായ കാരണമില്ലാതെ പകൽ സമയത്ത് പൊതുസ്ഥലത്ത് ഭക്ഷണം കഴിക്കുക, കുടിക്കുക അല്ലെങ്കിൽ പുകവലിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ പ്രവൃത്തി ഇസ്ലാമിക തത്വങ്ങളെ ലംഘിക്കുക മാത്രമല്ല, റമദാന്റെ പവിത്രതയെ അവഹേളിക്കുന്നതിനാൽ സിവിൽ നിയമങ്ങളെയും ലംഘിക്കും. റമദാനിൽ പരസ്യമായി നോമ്പ് മുറിക്കുന്ന ആർക്കും 100 ദിനാർ വരെ പിഴയോ 1 മാസം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാം. പരസ്യമായി നോമ്പ് മുറിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയോ സഹായിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യുന്നവർക്ക് ഇതേ ശിക്ഷകൾ ബാധകമാണ്. ഈ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെ പിഴയും നാടുകടത്തലും ഉൾപ്പെടെ നിരവധി കോടതി വിധികളും പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ റമദാൻ മാസത്തിൽ ഭിക്ഷാടനം നടത്തുന്ന പ്രവാസികളെ നാടുകടത്തുമെന്നും സ്പോൺസറിനെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം. മാർക്കറ്റുകൾ, മാളുകൾ, മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ യാചകരെ കണ്ടെത്തുന്നതിന് സുരക്ഷാ സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരം നിയമലംഘനങ്ങൾ നടന്നാൽ യാചകരുടെ സ്പോൺസർമാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. വിവിധ ഗവർണറേറ്റുകളിൽ ആവശ്യക്കാരെ സഹായിക്കുന്ന ചാരിറ്റബിൾ സെന്ററുകളും ചാരിറ്റികളും ഉണ്ടെന്നും അധികൃതർ അറിയിച്ചു. ആവശ്യക്കാർക്ക് ഈ ഔദ്യോഗിക ചാരിറ്റബിൾ സ്ഥാപനങ്ങളിലേക്ക് പോകാമെന്നും ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. ആരോഗ്യരംഗത്ത് പുതിയൊരു നേട്ടം കൂടി സ്വന്തമാക്കി കുവൈറ്റിലെ സർക്കാർ ആശുപത്രിയായ ജാബർ അൽ അഹമ്മദ് ആശുപത്രി. സുരക്ഷ, ഫലപ്രാപ്തി, കാര്യക്ഷമത എന്നിവയിലെ മികവിന് അമേരിക്കൻ സർജിക്കൽ റിവ്യൂ കോർപ്പറേഷനിൽ നിന്നാണ് അംഗീകാരം. കുറഞ്ഞ ഇൻവേസീവ് ശസ്ത്രക്രിയ, കോളൻ റെക്ടൽ ശസ്ത്രക്രിയ, യൂറോളജി എന്നീ മേഖലകളിൽ ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ അംഗീകാരമാണ് ആശുപത്രി നേടിയതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഈ നേട്ടം കുവൈറ്റിലെ ആരോഗ്യ സംവിധാനത്തിന്റെ മികവിനുള്ള അംഗീകാരമാണെന്ന് ശസ്ത്രക്രിയാ വിഭാഗം മേധാവി ഡോക്ടർ സുലൈമാൻ അൽ മസീദി പറഞ്ഞു. ഈ വിഭാഗങ്ങളിൽ അംഗീകാരം നേടുന്ന കുവൈറ്റിലെ ആദ്യത്തെ ആരോഗ്യ കേന്ദ്രമാണ് ജാബർ ഹോസ്പിറ്റൽ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഏറ്റവും മികച്ച 20 വിമാന കമ്പനികളുടെ പട്ടികയിൽ കുവൈറ്റിന്റെ ഔദ്യോഗിക വിമാന കമ്പനിയായ കുവൈറ്റ് എയർവേസും. ലോകത്തിലെ ഏറ്റവും മികച്ചതും മോശം പ്രകടനം കാഴ്ചവെക്കുന്നതുമായ എയർലൈനുകൾക്കായി എയർ ഹെൽപ്പ് വെബ്സൈറ്റ് പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ട് പ്രകാരമാണ് കുവൈറ്റ് എയർവേസ് ഈ നേട്ടം കൈവരിച്ചത്. 109 അന്താരാഷ്ട്ര എയർലൈൻസ് കമ്പനികളുടെ പ്രകടനം പഠന വിധേയമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഏറ്റവും മികച്ച വിമാന കമ്പനികളുടെ പട്ടികയിൽ മിഡിൽ ഈസ്റ്റിൽ 5ാം സ്ഥാനവും കുവൈറ്റ് എയർവേസിനാണ്. വിമാനം പുറപ്പെടുന്ന സമയത്തിലെ കൃത്യത, റീഫണ്ട് നയം, ക്യാബിൻ ക്രൂ സേവനം, യാത്രാ സൗകര്യം, വിമാനത്തിലെ വൃത്തി,
മെനു നിലവാരം, വിമാന സ്ക്രീനുകളിലെ വിനോദ പരിപാടികൾ മുതലായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇവയിൽ വിമാനം പുറപ്പെടുന്ന സമയത്തിന്റെ കൃത്യതയ്ക്ക് 88% സ്കോറാണ് കുവൈറ്റ് എയർവേസിന് ലഭിച്ചത്. സർവേയിൽ പങ്കെടുത്ത 85% യാത്രക്കാരും മികച്ച അഭിപ്രായമാണ് കുവൈറ്റ് എയർവേസിന്റെ പ്രകടനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെത്തിയതോടെ ICCയുടെ എല്ലാ ടൂർണമെന്റുകളിലെയും ടീമിനെ ഫൈനലിലെത്തിച്ച ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് രോഹിത് ശർമ്മ സ്വന്തമാക്കി. ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഇന്ത്യ പകരം വീട്ടി. 265 റൺസ് വിജയലക്ഷ്യം 48.1 ഓവറിൽ ഇന്ത്യ മറികടന്നു. 265 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യക്ക് രോഹിത്തും ഗില്ലും ചേർന്നാണ് ഭേദപ്പെട്ട തുടക്കം നൽകിയത്. നിർണായക മത്സരത്തിൽ ശുഭ്മാൻ ഗിൽ 11 പന്തിൽ 8 റൺസ് എടുത്ത് ഡ്വാർഷൂയിസിന്റെ പന്തിൽ ബൗൾഡായി. ഗില്ലിന് പിന്നാലെ രോഹിത്ത് കൂടി മടങ്ങിയതോടെ ഇന്ത്യ ഒന്ന് പതറി. 2 വിക്കറ്റ് നഷ്ടത്തിൽ 43 റൺസ് എന്ന നിലയിൽ നിന്ന് ഇന്ത്യയെ ശ്രേയസും കോഹ്ലിയും ചേർന്ന് 100 കടത്തി. ഇരുവരും ചേർന്ന് നേടിയ 91 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇന്ത്യൻ വിജയത്തിന് അടിത്തറയിട്ടത്. കോഹ്ലിയുടെ സെഞ്ചുറി പ്രതീക്ഷിച്ച ആരാധകരെ നിരാശരാക്കി ആദം സാംപയുടെ പന്തിൽ കോഹ്ലി പുറത്തായി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 49.3 ഓവറിൽ 264 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. 73 റൺസ് എടുത്ത ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്താണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ. 57 പന്തിൽ 61 റൺസ് എടുത്ത അലക്സ് കാരിയാണ് ഓസ്ട്രേലിയയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. ഇന്ത്യക്കായി മുഹമ്മദ് ഷമിയും വരുൺ ചക്രവർത്തിയും രവീന്ദ്ര ജഡേജയും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക രണ്ടാം സെമിയിലെ വിജയികളായിരിക്കും ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ. ഞായറാഴ്ചയാണ് ഫൈനൽ. ന്യൂസ് ഡെസ്ക് അമൃത TV. ഓസ്ട്രേലിയയെ 4 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ഫൈനലിലെത്തിയതിന്റെ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് ദുബായിലെ ഇന്ത്യൻ ആരാധകർ. ശ്രീരാജ് കൈമൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. India winning, very nice. I'm so happy. I'm the first time in the stadium, but I'm so happy because India is winning. കളിച്ച മത്സരങ്ങളെല്ലാം ജയിച്ച ഇന്ത്യ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ ആവേശമാണ് ദുബായിലെ ഇന്ത്യയുടെ ജയത്തിൽ ആരാധകർക്കുള്ളത്. ഓസ്ട്രേലിയ പോലൊരു വമ്പൻ ടീമിനോട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു വമ്പൻ ടീമിനോട് തിരിച്ചു അതേ രീതിയിൽ തന്നെ വളരെ പ്രൊഫഷണലായ രീതിയിലൊരു മാച്ചാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. എല്ലാ വിഭാഗവും, ബാറ്റിംഗ്, ഫീൽഡിംഗ്, ബൗളിംഗ് ഉൾപ്പെടെ എല്ലാ വിഭാഗവും നന്നായി തിളങ്ങി എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജയത്തിലേക്ക് വഴി തുറന്നത്. അനായാസമെന്ന് കരുതിയ ഒരു കളിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ദുബായിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാച്ചുകളെല്ലാം നമുക്കറിയാം 230, 260 എന്നുള്ള സ്കോറൊക്കെ വളരെ മികച്ച സ്കോറാണ്. പിന്തുടരുന്ന ബാറ്റിങ്ങിൽ ചേസ് ചെയ്യുന്ന ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടേറിയ സ്കോർ തന്നെയാണത്. എങ്കിലും വളരെ മികച്ച രീതിയിൽ ഇന്ത്യ പെർഫോം ചെയ്തു. മുൻനിര ബാറ്റ്സ്മാൻമാരെല്ലാം നന്നായി തന്നെ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. കോഹ്ലിയുടെ ഒരു മികച്ച പ്രകടനമാണ് ഈ കളിയിലും ഇന്ത്യൻ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് തന്നെ നിസ്സംശയം പറയാം. ബോളിങ്ങിലും ഇന്ത്യ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. ഫീൽഡിങ്ങിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ കളിച്ച മത്സരങ്ങളെല്ലാം ജയിച്ചുകൊണ്ട് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ദുബായിൽ നിന്നും ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. രഞ്ജി ട്രോഫി റണ്ണറപ്പായ കേരള ക്രിക്കറ്റ് ടീമിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം. കേരളത്തിന്റേത് കിരീട നേട്ടത്തിന് സമാനമെന്ന് അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കായിക മേഖല ലഹരി പോലുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ ചുക്കാൻ പിടിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആശംസകൾ നേർന്ന് ലഹരിക്കെതിരായ പോരാട്ടത്തിന് രഞ്ജി താരങ്ങൾ മാതൃകയാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. ചരിത്രത്തിലാദ്യമായി കേരളത്തെ രഞ്ജി ട്രോഫിയുടെ ഫൈനലിലെത്തിച്ച ടീം അംഗങ്ങൾക്ക് നിറഞ്ഞ സദസ്സൊരുക്കിയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആദരവ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ക്യാപ്റ്റൻ സച്ചിൻ ബേബി റണ്ണേഴ്സ് കപ്പ് നാടിന് സമർപ്പിച്ചു. ടീമിനും കേരള ക്രിക്കറ്റ് അസോസിയേഷനെയും മുഖ്യമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. കേരളത്തിൻ്റെത് വിജയസമാന നേട്ടമെന്ന് മുഖ്യമന്ത്രി. ലഹരി പോലുള്ള സാമൂഹ്യ വിപത്തുകൾ പിടിമുറുക്കുമ്പോൾ അതിനെതിരായി കായിക മേഖല ചുക്കാൻ പിടിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രഞ്ജി ട്രോഫിയിലെ കേരളത്തിൻ്റെ നേട്ടം വളർന്നു വരുന്ന കുട്ടികൾക്ക് വലിയ പ്രചോദനമാണ്. നമ്മുടെ കായിക മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ തോതിൽ ഊർജം പകരാൻ
ഈ നേട്ടത്തിന് കഴിഞ്ഞു. ആരോഗ്യമുള്ള മനസ്സും ശരീരവും വാർത്തെടുക്കാൻ നമ്മുടെ യുവതലമുറയെ പ്രാപ്തരാക്കുന്നതിനും ലഹരി പോലെയുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും എല്ലാവർക്കും കഴിയണം. കേരളത്തിനിത് ചരിത്ര നിമിഷമെന്ന് നിയമസഭാ സ്പീക്കർ. വളരെ അഭിമാനകരമായ നിമിഷമായിരുന്നു. ടീമിനെ ചങ്കുറപ്പോടെ നയിച്ച ക്യാപ്റ്റൻ സച്ചിൻ ബേബിയെയും ടീം അംഗങ്ങളെയും ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് രഞ്ജിത്ത് താരങ്ങൾ പുതുതലമുറയ്ക്ക് മാതൃകയാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി. കേരളത്തിൻ്റെ യുവത്വത്തെ ലഹരി കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അതിന് മറുപടി പറയേണ്ടത് കായിക മേഖലയാണ്. അതിന് ഉത്തരം കൊടുക്കേണ്ടത് കായിക മേഖലയാണ്. നിങ്ങളാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് മാതൃകയായി മാറേണ്ടത്. പിന്നാലെ കേരളത്തിലേക്ക് രഞ്ജി ട്രോഫി എത്തിക്കുമെന്ന് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ ഉറപ്പ്. ഇനിയും നമുക്ക് ഒരു സ്റ്റെപ്പ് ഹയർ പോയി അടുത്ത വർഷം നമുക്ക് ഈ വർഷം ചെയ്ത മിസ്റ്റേക്സ് ഒക്കെ മറികടന്ന് അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാളും വലിയൊരു ടോപ്പ് ലെവലിൽ എത്തി ഒരു ചാമ്പ്യൻഷിപ്പ് നേടാൻ തന്നെയാണ് ഞാനും എൻ്റെ പ്ലേയേഴ്സും എല്ലാവരും പ്രയത്നിക്കുക. അണ്ടർ 14-16 വിഭാഗങ്ങളിലെ ടീം അംഗങ്ങളും ആദരിക്കൽ ചടങ്ങിന്റെ ഭാഗമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലബാർ അടുക്കള ജിദ്ദ ചാപ്റ്റർ അരങ്ങും അടുക്കളയും സീസൺ 3 എന്ന പേരിൽ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ വെച്ച് മെഗാ ഇവന്റ് സംഘടിപ്പിച്ചു. വൈവിധ്യങ്ങളായ പരിപാടികൾ കൊണ്ടും സംഘാടന മികവ് കൊണ്ടും പരിപാടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മലബാർ അടുക്കള ജിദ്ദ ചാപ്റ്റർ അരങ്ങും അടുക്കളയും സീസൺ 3 എന്ന പേരിൽ പാചകമേളയും വൈവിധ്യങ്ങളായ പരിപാടികളുമാണ് സംഘടിപ്പിച്ചത്. മലബാർ അടുക്കളയുടെ മെമ്പർമാരുടെ കുട്ടികളും അഹ്ദാബ് സ്കൂളിൽ നിന്നുള്ള കുട്ടികളും അവതരിപ്പിച്ച ഒപ്പന, ഡാൻസ്, ദഫുമുട്ട്, മഞ്ഞക്കല്യാണം, ഭരതനാട്യവും പ്രസാരവത്തോടെ സദസ്സ് സ്വീകരിച്ചു. ഗുഡ് ഹോപ്പ് അക്കാദമിയും സ്റ്റെപ്പ് സ്ക്വാഡ് ടീമും അവതരിപ്പിച്ച വിവിധ പരിപാടികളും ജിദ്ദയിലെ ഗായകരുടെ ഗാനമേളയും പരിപാടിക്ക് ഇരട്ടി മധുരമായി. മലബാർ അടുക്കളയുടെ ചെയർമാനും ഫൗണ്ടറും കൂടിയായ മുഹമ്മദ് അലി ചാക്കോത്ത് മുഖ്യ അതിഥിയായിരുന്നു. അബൂബക്കർ അരിമ്പ്ര, VP മുസ്തഫ, എഞ്ചിനീയർ ജുനൈസ് ബാബു, അരുവി മോങ്ങം, സുബിനാസ് കിട്ടു തുടങ്ങിയവർ സംസാരിച്ചു. ജീവ് വെഞ്ഞാറമൂട്, ഷാരു മോൾ എന്നിവർ അവതാരകരായിരുന്നു. മലബാർ അടുക്കള ജിദ്ദ കോർഡിനേറ്റർ കുബ്ര ലത്തീഫ്, ഷംഷീറ, ഷബ്രീന, സാഹിറ, സുനീറ തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു. സുൽഫിഖ് റദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ആശാവർക്കർമാരുടെ സമരത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച് സ്പീക്കർ. തെറ്റായ കണക്കുകൾ ഉദ്ധരിച്ച് സമരക്കാരെ ചർച്ചയ്ക്ക് വിളിക്കാത്ത സർക്കാർ നിലപാടിനെ ന്യായീകരിക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫ് ചെയ്ത സ്പീക്കർ സർക്കാരിന്റെ കിങ്കരനായി പ്രവർത്തിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ഇടത് സർക്കാർ ആശാവർക്കർമാർക്ക് നൽകിക്കഴിഞ്ഞതായി മന്ത്രി വീണ ജോർജും സഭയെ അറിയിച്ചു. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിൽ സർക്കാർ നടപടിയെടുക്കാത്തതിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആശാവർക്കർമാരുടെ പ്രതിദിന ശമ്പളം 700 രൂപയാക്കി ഉയർത്തുമെന്ന് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയവരാണ് ഇതിന് തയ്യാറാകാത്തതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അവർക്ക് 700 രൂപ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ സാർ? LDF-ന്റെ 2021 ആണ്ടിലെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് 45-ാം പോയിന്റിൽ ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങി സ്കീം വർക്കേഴ്സിന് മിനിമം കൂലി 700 രൂപയാക്കുമെന്ന്. ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക ആശാവർക്കർമാർക്ക് നൽകിയ സർക്കാരാണ് ഇടത് സർക്കാരെന്നും SUCA-യുടെ നാവായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മാറിയതായും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 89% ആശാവർക്കർമാരും ജനുവരിയിൽ 10,000-നും 13,000-നും ഇടയിൽ വേതനം കൈപ്പറ്റിയതായും മന്ത്രി സഭയെ അറിയിച്ചു. 13,000 രൂപ ഒരു ആശയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതായത് 7,000 രൂപ ഓണറേറിയം പ്ലസ് 3,000 രൂപ ഫിക്സ്ഡ് ഇൻസെൻറ്റീവ് പ്ലസ് പ്രവർത്തനങ്ങൾക്കുള്ള സേവനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ്സ് കൂടി കണക്കാക്കുമ്പോൾ ഒരു ആശയ്ക്ക് 13,000 രൂപ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ 13,000 രൂപയിൽ 9,400 രൂപയും സംസ്ഥാന സർക്കാർ നൽകുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അവസാന മിനിറ്റുകളിൽ സ്പീക്കർ മൈക്ക് നിഷേധിച്ചത് സഭയിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായി. തെറ്റായ കണക്കുകൾ ഉദ്ധരിച്ച് മന്ത്രി സർക്കാർ നടപടിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. NHM-ൽ ആകെ ലഭിക്കാനുള്ള 900 കോടി രൂപയിൽ 98 കോടി രൂപ മാത്രമാണ് ഇനി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുള്ളത്. ആശാവർക്കർമാരുടെ സമരത്തിന് UDF പിന്തുണ നൽകുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. തീർച്ചയായിട്ടും UDF-ലെ എല്ലാ ഘടകകക്ഷികളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
ഞങ്ങൾ പൂർണ്ണമായി മറ്റ് ആശാവർക്കർമാരെ, ഞങ്ങളുടെ സംഘടനകളിൽപ്പെട്ട ആശാവർക്കർമാരെ കൂടി അണിനിരത്തിക്കൊണ്ട് ഈ സമരം വിപുലമാക്കും. 900 ചില്ലാൻ കോടി രൂപ കേരളത്തിന് തരണമായിരുന്നു. അതിൽ 97 കോടി ഒഴിച്ച് മുഴുവൻ തന്നു. അത് ആ 97 കോടി കിട്ടാനുള്ളത് ആശാവർക്കർമാരുടെ പണമാണെന്ന് അവർ തെറ്റിദ്ധരിപ്പിച്ച പറഞ്ഞത് സഭയെ. പ്രതിപക്ഷ ബഹളത്തിനിടയിലും കടൽ ഖനനത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രമേയ അവതരണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിയുകയായിരുന്നു. ഈ മാസം 10-ന് സഭ ഇനി സമ്മേളിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് CPM. വയനാട്ടിൽ കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കേന്ദ്ര സർക്കാർ ദുരന്ത ബാധിതരെ അവഗണിച്ചാലും പുനരധിവാസം നടപ്പാക്കുമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ പറഞ്ഞു. ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിലടക്കം രാപ്പകൽ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെ CPM ബഹുജന പ്രക്ഷോഭം ശക്തമാക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ അവഗണന തുറന്നുകാട്ടി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചത്. ദുരന്തബാധിതർ ഉൾപ്പെടെ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ചില്ലിക്കാശ് തന്നിട്ടില്ലെങ്കിലും വയനാട്ടിലെ സഹോദരങ്ങളെ മാന്യമായി ഞങ്ങൾ പുനരധിവസിപ്പിക്കും. ഇത് ജനങ്ങളുടെ സർക്കാരാണ്. ആ ജനങ്ങളുടെ സർക്കാരിന് ജനങ്ങളെ കാണാതെ നിൽക്കാൻ പറ്റില്ല. ജനങ്ങളുടെ ശബ്ദത്തിന് കാതോർക്കാതെ നിൽക്കാൻ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കത് പറ്റില്ല. അതുകൊണ്ടാണ് ഡൽഹിയിലടക്കം പോയി സമരം ചെയ്യുന്നത് വയനാട്ടിൽ നിന്ന് CPMന്റെ പ്രവർത്തകർ. പുനരധിവാസത്തിനായി സംസ്ഥാനം സമർപ്പിച്ച 2000 കോടിയുടെ പാക്കേജ് അനുവദിക്കുക, ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 24-25 തീയതികളിൽ ഡൽഹിയിൽ രാപ്പകൽ സമരവും സംഘടിപ്പിച്ചിരുന്നു. അമൃത ന്യൂസ്, വയനാട്. കാലവർഷക്കെടുതികൾ സംഭവിക്കുമ്പോൾ സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളാക്കുന്നത് ഒഴിവാക്കാൻ വയനാട്ടിൽ ഷെൽട്ടർ പദ്ധതി ഒരുങ്ങുന്നു. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നവരെ കാലവർഷത്തിൽ മാറ്റിപ്പാർപ്പിക്കാൻ പഞ്ചായത്ത് തലത്തിൽ ആധുനിക രീതിയിൽ 8 ഷെൽട്ടറുകൾ നിർമ്മിക്കാനാണ് ജില്ലാ ഭരണകൂടം പദ്ധതി തയ്യാറാക്കിയത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിലാണ് പ്രത്യേക പദ്ധതി. ചൂരൽമലയിലും പ്രത്യേക ഷെൽട്ടർ ഹോം നിർമ്മിക്കും. പ്രകൃതിക്ഷോഭ സാധ്യതയില്ലാത്ത സമയത്ത് വരുമാനത്തിനും ഉപയോഗപ്രദമാകും വിധത്തിലാകും ഷെൽട്ടർ നിർമ്മാണം. വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ ഇത്തരത്തിൽ താമസ സൗകര്യമൊരുക്കാം. 28 കോടി രൂപ ചെലവിൽ തിരഞ്ഞെടുത്ത 8 പഞ്ചായത്തുകളിലാണ് ഷെൽട്ടർ നിർമ്മിക്കുക. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എസ്റ്റിമേറ്റും പൂർത്തിയാക്കി കഴിഞ്ഞു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കണ്ടെത്തിയ സ്ഥലങ്ങൾ തദ്ദേശ ഭരണസമിതികൾ കൈമാറിയാൽ വിശദ പദ്ധതി രേഖ തയ്യാറാക്കി നിർമ്മാണത്തിലേക്ക് കടക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ കൂടുതൽ അഗ്നിരക്ഷാ സേനാ യൂണിറ്റ്, 6 ഹെലിപ്പാഡുകളുടെ നിർമ്മാണം തുടങ്ങിയവ യാഥാർത്ഥ്യമാകുന്നതിന് പുറമെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ബദലായി ഷെൽട്ടറുകൾ ഉയരുന്നത്. കാലവർഷത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്രയമായി ഒരുങ്ങുന്ന ഷെൽട്ടറുകൾ വിനോദസഞ്ചാര സീസണിൽ വരുമാനം നൽകുന്ന റെസ്റ്റ് ഹൗസുകളാകും. വിനോദസഞ്ചാരികൾക്ക് താമസമൊരുക്കാൻ കഴിയും വിധം മികച്ച നിലവാരത്തിലാകും ഷെൽട്ടർ നിർമ്മാണം. ഷെൽട്ടറുകൾ നിർമ്മിക്കുന്ന സ്ഥലത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതിലൂടെയുള്ള വരുമാനം ഉപയോഗിക്കാനും കഴിയും. അമൃത ന്യൂസ്, വയനാട്. തൃശൂർ അതിരപ്പള്ളിയിൽ കാലിന് പരിക്കേറ്റ കൊമ്പനെ നിരീക്ഷിക്കാൻ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചു. ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയാണ് കഴിഞ്ഞ ദിവസം കാലിന് പരിക്കേറ്റ നിലയിൽ ജനവാസ മേഖലയിൽ കണ്ടത്. മയക്കുവെടിവെച്ച് ചികിത്സ നൽകണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കഴിഞ്ഞ ദിവസമാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടുകൊമ്പനെ കാലിൽ മുറിവേറ്റ നിലയിൽ പ്രദേശത്ത് കണ്ടത്. മുള്ളുവേലിയിലെ കമ്പി കാലിൽ തറച്ചിട്ടുണ്ടോ എന്നാണ് സംശയം. പരിക്കേറ്റ കൊമ്പനെ നിരീക്ഷിക്കാൻ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിക്കുമെന്ന വനംവകുപ്പ് അറിയിച്ചു. നിരീക്ഷണത്തിനു ശേഷം ഏതു രീതിയിലുള്ള ചികിത്സ നൽകണമെന്ന് തീരുമാനിക്കും. മയക്കുവെടി വെച്ച് ചികിത്സിക്കുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കും. നിലവിൽ ആനയുടെ നടത്തത്തിൽ നിന്നും കാലിന് പരിക്കേറ്റതായി സൂചന ലഭിച്ചിട്ടുണ്ട്. അതിരപ്പള്ളിയിലെ സ്ഥിര സാന്നിധ്യമാണ് കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ ഏഴാറ്റുമുഖം ഗണപതി താങ്ങി നിർത്തുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിൽ നിന്ന് പൂജപ്പുര ജയിലിലേക്ക് മാറ്റി. 5 പേരെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാനെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പോലീസ് നാളെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും.
മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് പ്രതി അഫാന്റെ ആരോഗ്യസ്ഥിതി ഡോക്ടർമാർ വിലയിരുത്തിയിരുന്നു. ഇതിനുശേഷമാണ് അഫാന്റെ ഡിസ്ചാർജ് നടപടികൾ സ്വീകരിച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. റിമാൻഡിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ആശുപത്രിയിലെ പ്രത്യേക സെല്ലിൽ നിരീക്ഷണത്തിലായിരുന്നു പ്രതി. ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടും ഒരാഴ്ച പ്രതി നിരീക്ഷണത്തിൽ തുടർന്നിരുന്നു. 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ സാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. പോലീസ് നാളെ പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. തുടർന്ന് കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമാകും തെളിവെടുപ്പ് നടപടി. ഇതിനിടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്ന അഫാന്റെ മൊബൈൽ ഫോൺ പരിശോധനാ ഫലത്തിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതി ആയുധങ്ങളെക്കുറിച്ച് കൊലപാതകത്തിന് മുമ്പ് ഇന്റർനെറ്റിൽ തെരഞ്ഞിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക വീഡിയോയും അഫാൻ കണ്ടിരുന്നതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യുക്രൈനുള്ള സഹായം അമേരിക്ക മരവിപ്പിച്ചു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുണ്ടായ വാക്പോരിന് പിന്നാലെയാണ് തീരുമാനം. ഇനി ഒരു ഉത്തരവുണ്ടാകും വരെ അമേരിക്ക യുക്രൈന് സാമ്പത്തിക ആയുധ സഹായങ്ങൾ നൽകില്ല. പ്രശ്നപരിഹാരത്തിന് യുക്രൈൻ തയ്യാറായാൽ മാത്രമേ ഇനി സഹായിക്കൂ എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സമാധാനം സ്ഥാപിക്കലാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന് വൈറ്റ് ഹൌസും അറിയിച്ചു. യുക്രൈനുമായുള്ള സൈനിക സഹായം സ്ഥിരമായി നിർത്തിയതല്ലെന്നും താൽക്കാലികം മാത്രമെന്നും അമേരിക്ക വ്യക്തമാക്കി. അമേരിക്കൻ തീരുമാനം യുക്രൈന് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരായി അമേരിക്ക ചുമത്തിയ ഇറക്കുമതി തീരുവ പ്രാബല്യത്തിൽ. ഈ രാജ്യങ്ങളിൽ ഈടാക്കി 25% തീരുവയിൽ ഇളവില്ലെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനൊപ്പം തന്നെ ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തിയ 10% തീരുവയും പ്രാബല്യത്തിൽ വന്നു. അതേസമയം $30 ബില്യൺ കനേഡിയൻ വിലമതിക്കുന്ന US ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തുമെന്ന് കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 10 മുതൽ കോഴിയിറച്ചി, ചോളം, പരുത്തി എന്നിവ ഉൾപ്പെടെ US-ൽ നിന്നുള്ള ഇറക്കുമതിക്ക് 15% വരെ തീരുവ പ്രഖ്യാപിച്ച് ചൈനയും രംഗത്തെത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു. 2 തവണ ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസം നൽകുന്നുണ്ടെന്ന് വത്തിക്കാൻ അറിയിച്ചു. കടുത്ത അണുബാധയും കഫക്കെട്ടുമാണ് സ്ഥിതി വഷളാക്കുന്നത്. 17 ദിവസമായി റോമിലെ ജെമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. കഴിഞ്ഞ ദിവസങ്ങളിൽ പോപ്പിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടായിരുന്നു. റോബോട്ട് സാങ്കേതിക വിദ്യയിൽ എഞ്ചിനീയർ വിദ്യാർത്ഥികളുടെ കഴിവ് വികസിപ്പിക്കാനായി പ്രയാണ 2024. സംസ്ഥാനത്തെ 5 എഞ്ചിനീയറിംഗ് കോളേജുകളിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത റോബോട്ട് കൊച്ചിയിൽ അവതരിപ്പിച്ചു. Could you tell me more about Prayana? Prayana is practical robotics and automation for young aspirants through novel application training, which is the technical education program of IEEE RAS Kerala chapter. റോബോട്ടിക് സാങ്കേതിക വിദ്യയിലെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന IEEE റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ സൊസൈറ്റി കേരള ചാപ്റ്ററിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ റോബോട്ടിനെ വികസിപ്പിച്ചത്. ഓരോ കോളേജിലെയും വിദ്യാർത്ഥികൾ നിർദ്ദിഷ്ട ഘടകങ്ങൾ വികസിപ്പിച്ച ശേഷം ഒരു കേന്ദ്രീകൃത രീതിയിലാണ് റോബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിലെ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളും എറണാകുളത്തെ ടോക്കച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ഇതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചു. അപ്പോൾ ഈ ഒരു റോബോട്ടിൻ്റെ ഇപ്പം അതിന് മൂവ് ചെയ്യാൻ പറ്റും, അതിന് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കേട്ട് അതിന് ഉത്തരങ്ങൾ പറയാൻ പറ്റും. ഇനി ഭാവിയിലും ഇതിന് കൂടുതൽ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊരു ഓപ്പൺ റോബോട്ടാണ്. ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ റാസ് ബിൽഡ് ചെയ്ത ഒരു ഫസ്റ്റ് റോബോട്ടാണിത്. ഇനി മുന്നോട്ട് പക്ഷേ ജനറൽ പർപ്പസിലേക്ക് ഇതിനെ കൊണ്ടുപോകും. ഇതൊരു ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് എന്നുള്ള രീതിയിൽ ഒരു 20 ദിവസം കൊണ്ട് നമുക്ക് ഇത്രയാണ് ഇപ്പം ചെയ്ത് തീർക്കാൻ പറ്റിയത്. 2024 ജൂലൈയിൽ ആരംഭിച്ച പരിപാടിയിൽ റോബോട്ടിക്സിനെയും ഓട്ടോമേഷനെയും കുറിച്ചുള്ള വിവിധ പരിപാടികളും ഉൾപ്പെടുത്തിയിരുന്നു. കുറേ കോളേജസ് ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ കുറച്ച് ചലഞ്ചസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്തിരുന്നു. പിന്നെ ഇത് മേക്ക് ചെയ്യാനും ഡിസൈൻ ആയാലും അതുപോലെ തന്നെ ടെലി ഓപ്പറേഷൻ ആയാലും അങ്ങനെ കുറച്ച് ചലഞ്ചസ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഫാക്കൽറ്റീസും പിന്നെ നമ്മുടെ അവിടെ മെക്കാനിക്കൽ സാറന്മാരും ജോർജിനാമിസും എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു റോബോട്ടാക്കി ഉണ്ടാക്കിയത്. റോബോട്ടിൻ്റെ അൺലോക്കിങ്ങും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും പ്രയാണ 2024 ഭാഗമായി നടന്നു. അമൃത ന്യൂസ്, കൊച്ചി. സ്നേഹത്തിന്റെ അപൂർവ ദൃശ്യവിരുന്നൊരുക്കി ഒരു വേഴാമ്പൽ കുടുംബം. കോതമംഗലം ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ വളപ്പിലെ തേക്കുമരത്തിലാണ് ഈ മനോഹര കാഴ്ചയുള്ളത്. ഓരോ ജീവജാലങ്ങൾക്കും കുടുംബവും സ്നേഹബന്ധങ്ങളും ഒക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ വേഴാമ്പൽ കുടുംബം. ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ വളപ്പിലെ കൂറ്റൻ തേക്കുമരത്തിന്റെ മുകൾ ഭാഗത്താണ് കുഞ്ഞു വേഴാമ്പൽ കുടുംബത്തിന്റെ താമസം. മരത്തിൽ പൊത്തുണ്ടാക്കിയാണ് വീടൊരുക്കിയിരിക്കുന്നത്. പെൺവേഴാമ്പലിന്റെ ശരീരസ്രവങ്ങളും മണ്ണും കുഴച്ച് കൂടിന്റെ പ്രവേശനദ്വാരം ഭാഗികമായി അടച്ച് സുരക്ഷ ഉറപ്പാക്കും. അതിനുള്ളിലാണ് പെൺവേഴാമ്പൽ അടയിരിക്കുക.
6 ആഴ്ച മുതൽ 12 ആഴ്ച വരെയൊക്കെ പെൺവേഴാമ്പൽ ഇങ്ങനെ കൂടിനുള്ളിലെ ഇരുട്ടിൽ കഴിയും. തന്റെ ഇണയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണവും കാവലും ഒരുക്കുന്ന ആൺവേഴാമ്പൽ കൗതുക കാഴ്ചയാണ്. ഓരോ ജീവജാലങ്ങൾക്കും കുടുംബവും സ്നേഹബന്ധങ്ങളും ഒക്കെയുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കൗതുക കാഴ്ചയാണ് ഈ വേഴാമ്പൽ കുടുംബത്തിന്റെ ജീവിതമെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജി സന്തോഷ് പറഞ്ഞു. തേക്കുമരത്തിൻ്റെ മുകളിൽ ഏകദേശം ഒരു 5-6 മീറ്റർ ഉയരത്തിലായിട്ട് വലിയ ഒരു പൊത്ത് ഉണ്ട്. ആ പൊത്തിൽ എല്ലാ ജനുവരി മാസത്തോടു കൂടിയും 2 വേഴാമ്പൽ പക്ഷികൾ എത്തിച്ചേരാറുണ്ട്. ഈ ആൺപക്ഷി ഏതെങ്കിലും വിധത്തിൽ അപകടപ്പെടുകയോ എന്തെങ്കിലും വിധത്തിൽ ഇല്ലാതാവുകയോ ചെയ്താൽ ഈ കുടുംബം തന്നെ പെൺപക്ഷിയും കുഞ്ഞുങ്ങളും അടക്കം പട്ടിണിയായി മരിച്ചു പോകുന്ന ഒരു പ്രത്യേകത കൂടി ഈ വേഴാമ്പൽ ജീവിവർഗത്തിനുണ്ട്. പഴങ്ങൾ, ചെറുപ്രാണികൾ, പല്ലികൾ എന്നിവയാണ് വേഴാമ്പലുകളുടെ പ്രധാന ആഹാരം. കുഞ്ഞുങ്ങൾ വളർച്ചയെത്തിയാൽ ആൺവേഴാമ്പൽ കൂടുപൊളിച്ച് പെൺവേഴാമ്പലിനെയും കുഞ്ഞുങ്ങളെയും സ്വതന്ത്രരാക്കും. ഇരപിടിയന്മാരായ മറ്റ് ജീവജാലങ്ങൾക്ക് സംശയം തോന്നാത്ത വിധത്തിൽ കുടുംബത്തെ സംരക്ഷിക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ്. ഈ സെക്യൂരിറ്റി ജോലിക്കൊപ്പമാണ് ആൺവേഴാമ്പൽ ഭക്ഷണം കണ്ടെത്തി കുടുംബത്തെ പോറ്റുന്നത്. ഇന്ത്യയിലാകെ 9 തരത്തിൽപ്പെട്ട വേഴാമ്പലുകൾ ഉണ്ടെന്നാണ് കണക്ക്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഇവയെ കൂടുതലും കാണപ്പെടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. തൃശൂർ വരവൂരിൽ സ്വകാര്യ മാലിന്യ പ്ലാന്റിലേക്ക് മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. തളി നടുവട്ടത്തെ സ്വകാര്യ മാലിന്യ പ്ലാന്റിലേക്ക് അറവ് അവശിഷ്ടങ്ങളുമായി എത്തിയ വാഹനമാണ് തടഞ്ഞത്. മാലിന്യ പ്ലാന്റിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നു വരവെയാണ് ഈ സംഭവം. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാർ വർഷങ്ങളായി സമരത്തിലാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അറവ് മാലിന്യങ്ങളുമായി വാഹനമെത്തിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വാഹനം തടയുകയായിരുന്നു. സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇന്ന് രാവിലെയും പ്രതിഷേധം തുടർന്നു. ഇതിനിടയിൽ സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത, വൈസ് പ്രസിഡന്റ് കെ ബാബു എന്നിവർക്കെതിരെയും നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമുണ്ടായി. പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിന് അനുകൂലമാണെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ രൂക്ഷമായി പ്രതികരിച്ചത്. പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് മാലിന്യ പ്ലാന്റ് പ്രവർത്തിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പറായ എം വീരചന്ദ്രൻ ആരോപിച്ചു. ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത, വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. അത്രയും ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ഈ പ്രദേശം ആകെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് മാലിന്യ പ്ലാന്റിനെതിരെയാണ് നിലകൊള്ളുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത പറഞ്ഞു. മാലിന്യ പ്ലാന്റ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടി ഉണ്ടാകുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരിട്ട് വിളിക്കുകയും അദ്ദേഹം ഉടനെ തന്നെ ഇത് JDയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇത് അന്വേഷിക്കുകയും അടിയന്തരമായിട്ട് ഇന്നലെ അവിടെ പിടിച്ച മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടപടിയെടുക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇത് ഈ ഒരു പ്ലാന്റ് വരവൂരിൽ വരുന്നത് മുതൽ ജനകീയമായിട്ട് ഒരുപാട് പരാതികൾ വന്ന അന്ന് മുതൽ തന്നെ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഗ്രാമപഞ്ചായത്തിൽ നടക്കാൻ അനുവദീയമല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ബന്ധപ്പെട്ട അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി പോലീസും ജനകീയ സമിതി ഭാരവാഹികളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ നിയമ നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പ് നൽകിയതിനു ശേഷമാണ് മാലിന്യം നിറച്ച വാഹനം നാട്ടുകാർ വിട്ടുകൊടുത്തത്. അമൃത ന്യൂസ്, തൃശൂർ. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.